സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എബ്രായ ലേഖനം 11 നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവര് എന്നുള്ള വിഷയമാണല്ലോ, ചിന്തയാണല്ലോ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രികാലം മോശയുടെ കാര്യങ്ങളാണല്ലോ നമ്മൾ കേട്ടത്. ഈ രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രികാലം നമ്മൾ എബ്രായ ലേഖനം 11 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് നമ്മൾ ആരംഭിച്ചത്. അതിനകത്തില് മോശ വിശ്വാസത്താൽ താൻ വളർന്നപ്പോൾ എന്നുള്ള വിഷയത്തെ കുറിച്ച് അതിന്റെ തലേ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, മാതാപിതാക്കളുടെ ബന്ധത്തിൽ. അതിനുശേഷം വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക, രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. അതെല്ലാം നമ്മൾ ചിന്തിച്ചു. വിശ്വാസത്താൽ താൻ കടിഞ്ഞൂൽ സംഹാരകനെ തൊടാതിരിപ്പാൻ പെസഹായും ശൂരത്തലിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി നടന്നു. അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. നമ്മൾ ആ വിശ്വാസത്താൽ ചെങ്കടൽ കടന്ന കാര്യമായിരുന്നു കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അല്പം കൂടി നമ്മൾ ആ മോശ എങ്ങനെയാണ് ദൈവജനത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുത്തത്, അത് വിശ്വാസത്താലാണ് പ്രാപിച്ചത് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. അതിനകത്ത് കർമ്മങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും വിശ്വാസത്താലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് നമ്മൾക്ക് മനസ്സിലാകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പരിഹരിക്കാൻ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. മോശ അങ്ങനെ ചെയ്തു, മോശ അതുപോലെ തന്നെ ചെയ്തു എന്നാണ് തിരുവചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് തിരിയാം. വിശ്വാസത്താൽ മോശ എങ്ങനെയാണ് ഈ ജനത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുത്തത്, സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മോശ എന്ത് ചെയ്തു, നമുക്കെന്താണ് പ്രൊവിഷൻ, ഇത് രണ്ടും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നമ്മളൊന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകണം. ആദ്യം പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു 12-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. യഹോവ മോശയോടും അഹരോനോടും മിസ്രൈം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വ സംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ അടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിൽക്കാർ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അത് തിന്നണം. ഇവിടെ നമ്മൾ വായിച്ചത്, നമ്മൾ ഈ കർമ്മങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ആചരിക്കാറില്ല. എന്നാൽ ഈ തീയിൽ ചുട്ടതായി തിന്നണം എന്നുള്ള, മാംസം പുളിപ്പില്ലാത്ത അപ്പവും തിന്നണമെന്നുള്ളത്, ഞാൻ ഈ ഗൾഫിലായിരുന്ന സമയത്ത് മസ്കറ്റില് ഇവരെ അറബികള് ഈ ആടിനെ ഒന്നിച്ച് ഇതിന് മസാലകളെല്ലാം പരത്തിയിട്ട് ഒരു പോലെ അവരുടെ ഇതുണ്ടല്ലോ, എന്തുപോലെ പനയോലക്കകത്ത് എല്ലാം കൂടെ ചുരുട്ടി കെട്ടി ഇതിനെ തീക്കകത്ത് ഇട്ട്, ഒരു കുഴിക്കകത്ത് തീ ഇട്ടിട്ട് അതിനകത്ത് ഇറക്കി വെക്കും. എന്നിട്ട് കുഴി മൂടി വെക്കും.
ഇത് ഏകദേശം 5-8 മണിക്കൂർ വരെ അതിനകത്ത് ഇരിക്കും. അത് വേറെ വൈകുന്നേരമോ അല്ലെന്നുണ്ട് രാവിലെ വെക്കും. വൈകുന്നേരം വെളുപ്പിനെ വെക്കും. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റെഡിയാകും. 5-8 മണിക്കൂർ നേരം ഇതിനകത്ത് ഇരിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ തിന്നിട്ടുണ്ട്. ഇവര് വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ പരിപാടികളൊക്കെ ചെയ്യുകയും അത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഇവരുണ്ടാക്കുന്നതെന്നുള്ളവരൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടുണ്ടായി ഈ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മക്കളെ, അവര് ഈ കുഴിക്കകത്തിൽ വെച്ച് ഇതിനെ ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരോട് പറഞ്ഞിരിക്കുന്ന ആട്ടിൻകുട്ടി. ഓരോ കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം വേണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർക്ക് ഒരു കുടുംബത്തിൽ ഒരാട്ടിൻകുട്ടിയെ വറുത്ത് അതിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയാൽ അവിടെ ആര് വരത്തില്ല? സംഹാരകൻ വരത്തില്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഒരു വീട്ടിൽ ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പറയേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവസന്നിധി കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ടത് ആ രീതിക്ക് നമുക്ക് വ്യത്യാസപ്പെടുത്തിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. കാരണം ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്തു. അതുകൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടി. പുതിയ നിയമത്തിൽ നമുക്കും അതുപോലെ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്ത് പറഞ്ഞതുപോലെ നമുക്കും ചെയ്യാൻ സാധിക്കും. അത് ഇന്ന വ്യക്തിയെന്നില്ല. പുതിയ നിയമത്തിൽ നമുക്ക് പുരോഹിതൻ, മഹാപുരോഹിതൻ പരിപാടികളൊന്നുമില്ല. കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ച എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കണം. നമ്മൾ തയ്യാറാകുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അവര് രക്തം കുറെ എടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളിൽ വാതിൽ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടി തിന്നണം. ഇനി അതിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. 9 മുതൽ. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അത് ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തു കൂടെ കടന്നു. മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. അവിടെ പറഞ്ഞേക്കുന്നത് അവരുടെ കടിഞ്ഞൂലുകളെ എല്ലാം ന്യായവിധി നടത്തും. കടിഞ്ഞൂലുകളെയൊക്കെയും സംഹരിക്കും. എന്താണ് ഈ കടിഞ്ഞൂലുകളോടുള്ള പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ ഞാൻ എല്ലാ പ്രേരണകളിലും ഞാൻ പോകുന്ന എവിടെയാണോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ പറയാറുള്ളത് ദശാംശത്തെ പറ്റിയും ഈ ആദ്യഫലത്തെക്കുറിച്ചും പറയാറുണ്ട്. ഭയം അല്ല ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യഫലം ദശാംശവും.
ഇത് നമ്മൾ ചെയ്യുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ദൈവത്തിന് കൊടുക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അവിടെ നിന്ന് വേണം പിന്നെ നമ്മൾ മുന്നോട്ട് കൊടുക്കാനും പോകാനും. കാരണം പലപ്പോഴും പലരും ആദ്യജാതന്മാരെ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നേർന്നിട്ടുണ്ട്. അവസാനം അവർക്ക് കൊടുക്കാൻ പറ്റാതെയായിട്ടുണ്ട്. അവർക്കെല്ലാം വീടുകളിൽ പ്രശ്നം ഉണ്ടായിട്ടുമുണ്ട്. എൻ്റെ അമ്മയപ്പനും എൻ്റെ ജ്യേഷ്ഠനെ അച്ഛനാക്കാമെന്നും പറഞ്ഞിട്ട് അവർ നേർന്നതൊക്കെയാണ്. പക്ഷെ അവർ നേർന്നത് കൊണ്ട് കാര്യമില്ല. അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു, ഇഷ്ടം പോലെ നടന്നു. അങ്ങനെയൊക്കെ അവൻ്റെ ജീവിതം പോയി, നശിച്ചു പോയി. നമ്മൾ നേർന്നത് കൊണ്ട് മാത്രമായില്ല. നമ്മൾ ആ രീതിയിൽ ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടതുപോലെ ആ സാക്ഷ്യത്തിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലും പറയാറുണ്ട്. ഞങ്ങള് കണ്ണടച്ചു കൂട്ടിയിരുന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമൊത്ത് ഞാൻ പ്രാർത്ഥിക്കാറില്ല. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ച് വട്ടത്തിലിരുന്ന് ബൈബിള് വായിച്ച് അന്യോന്യം ബൈബിളിൽ നിന്ന് പ്രബോധിപ്പിച്ച് ഓരോരുത്തരും വായിക്കുന്ന ഉടനെ അത് വായിച്ചതിന് ശേഷം 10-15 മിനിറ്റ് ഓരോരുത്തർക്കും എടുക്കും ആ വചനം ധ്യാനിക്കാൻ. അപ്പൊ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവം ആ കുഞ്ഞുങ്ങളെ നടത്തും. അവർക്ക് അത് ഹൃദയത്തിൽ കൊള്ളുവാനും നമുക്കത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ഇടയായിത്തീരും. നമ്മള് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കയ്പ് ചീരയോടുകൂടി തിന്നണം. ആ മാംസം തിന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, കർത്താവ് പറഞ്ഞത് എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ തിന്നേണ്ടത്? അവന്റെ വചനമാണ് മാംസം. അവന്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. അത് നമ്മൾ ഒന്നിച്ചിരുന്ന് കുടുംബമായിട്ട് ഭക്ഷിക്കാൻ പഠിക്കണം. ഒരു വലിയ മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഭക്ഷിക്കുന്ന കുടുംബങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ആഹാരം കഴിക്കാൻ ഒന്നിച്ചിരിക്കുന്നത്? അതേപോലെ തന്നെ ഈ തിരുവചനവും നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുള്ളപ്പം പറ്റുള്ളൂ. എന്നും കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ കാണത്തില്ല. ഇതൊരു വലിയ മർമ്മമാണ്. അതൊന്നുകൂടെ ഒന്ന് വായിച്ച് അതിന്റെ 11ാമത്തെ വാക്യം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹാകുന്നു. അപ്പം അവര് തിന്നണമെന്ന് പറഞ്ഞ റിയൽ മാംസമാണ്. ഏതിന്റെ? ആ അവർ കൊന്ന ആടിന്റെ മാംസം. നമുക്കുള്ള മാംസം എന്താണ്? ഞാൻ സാക്ഷാൽ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്നും ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മുഖാന്തരമാണ് സകലതും ഉളവായത്. അത് നമ്മൾ ഭക്ഷിക്കണം. ഞാൻ കർത്താവിനോട് എൻ്റെ ജീവിതത്തിൽ ചോദിച്ച ഒരു പ്രാർത്ഥന ഇതായിരുന്നു. അതിന്റെ യോഹന്നാൻ 6:27. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അപ്പം നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം, ഇത് ഞാൻ വായിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. അന്ന് തന്നെ സ്നാനപ്പെട്ടെന്നല്ല, എന്ന് ദൈവം എനിക്ക് വിടുതൽ തന്നു അന്ന് തന്നെ റെസ്റ്റോറന്റ് ഷട്ടർ ഇട്ടു.
അപ്പൊ എല്ലാരും ചോദിച്ചു, അയ്യോ ഇനി നാണം കേടല്ല. ഞാൻ പറഞ്ഞു, എന്ത് നാണം കേടാ, എനിക്ക് വേണ്ട. ഞാൻ നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലുള്ള അനേക ആയിരങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ആഹാരം, ഭൗതികമായിട്ടുള്ള ആഹാരം, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നശിച്ചു പോകുന്ന ആഹാരം, അത് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നാളെ വന്ന് മലയാളികൾക്ക് കൊടുത്തു. അതിന് മുമ്പ് മലയാളികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം പാചകം ചെയ്യാനും അത് വിളമ്പിക്കൊടുക്കാനും എന്നെ പഠിപ്പിക്കണം. അതിനെ തരാനായിട്ട് പിതാവായ ദൈവം മനുഷ്യപുത്രനെ മുദ്ര ഇട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്യായമായിട്ടുള്ള വലിയ കൂടിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല, തരാൻ പറ്റാത്ത പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല. ഒന്നാമത് പ്രാർത്ഥിച്ചത്, നിന്റെ രാജ്യം എവിടെയാണ്, അതെനിക്ക് അന്വേഷിക്കാനായിട്ട് എനിക്കറിയത്തില്ല, അത് പഠിപ്പിക്കണം. രണ്ടാമത്, ഈ ആഹാരം, ഭൗതിക ആഹാരം വിളമ്പി കൊടുക്കാനുള്ള കൃപ നീ എനിക്ക് തന്നു, എന്നാൽ ഈ ആത്മീയ ആഹാരം വിളമ്പി കൊടുക്കുന്നതിന് വേണ്ടി, കുക്ക് ചെയ്യുന്നതിനും വിളമ്പി കൊടുക്കുന്നതിനും എന്നെ പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ ഏകദേശം 2 വർഷത്തിന് മേളിലായി ഞാൻ വിളമ്പുന്ന ആഹാരം കഴിക്കുന്നു. നിങ്ങൾ 1-2 പേര് പറഞ്ഞേ, ഈ ആഹാരം നിങ്ങൾക്ക് രുചികരമായിരിക്കുന്നോ ഇല്ലയോ എന്ന് 1-2 പേരെന്ന് പറഞ്ഞേ. രുചികരമായിരിക്കുന്നു. എന്റെ ദാസൻ, ഞാൻ ഏകദേശം 6-7 മാസമായി കയലിലായിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വചനം ഘോഷിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ ധന്യമാണ്. താങ്ക് യു. ഇതേമാതിരി ഒരുപാട് പ്രയർ ലൈനുകളിൽ വിളമ്പി കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കണ്ണുകളെ അടച്ചുള്ള പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവസന്നിധിയിലേക്ക് നോക്കി ദൈവവചനം നിങ്ങൾ വായിച്ചിട്ട് അത് അന്യോന്യം ധ്യാനിച്ചിട്ട്, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ധ്യാനിക്കുക, ഇല്ല ഭാര്യ മാത്രമേ ഉള്ളൂ, നിങ്ങൾ തന്നെ ധ്യാനിക്കുക. കുറച്ചേറെ നേരം ഇത് വായിക്കണം. എന്നിട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് പറക്കിയെടുക്കണം വചനത്തിന്റെ മർമ്മങ്ങളെ. അതങ്ങ് തിന്നണം പച്ചയ്ക്ക്. അത് നിങ്ങളുടെ ജീവനും ശക്തിക്കും ഭക്തിക്കും വേണ്ടതൊക്കെ നിങ്ങൾക്ക് ദാനം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന കർത്താവിന്റെ വചനം പറയുന്ന 13-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 1:13 ഒന്ന് വായിച്ചാൽ, 12:13 ഒന്ന് വായിച്ചാൽ, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. അപ്പം യേശുവിന്റെ രക്തം തളിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ബാധ നാശഹേതുവാകുകയില്ല. വിശ്വസിക്കുക, അണ്ടർലൈൻ ചെയ്യുക. സ്തോത്രം. നിങ്ങൾ ഇത് വിശ്വാസത്താലാണ് കാണുന്നത്. വിശ്വാസത്താൽ എന്ത് ചെയ്തു? മോശ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. മോശ പെസഹായും ചോരത്തളിയും ആചരിച്ചത് വിശ്വാസത്താലാ. അവർ കണ്ടുകൊണ്ടാണോ? അറിഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ നമ്മളും വിശ്വാസത്താൽ യേശുവിന്റെ രക്തത്താൽ എന്റെ ഭവനത്തെ മുദ്രയിട്ടിരിക്കുന്നു, അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരു ദുഷ്ടനും കടക്കുകയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുത്ത് വരുവാൻ പാടില്ല എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. യേശുവിന്റെ രക്തം എന്റെ കുഞ്ഞുങ്ങളെ മുദ്രയിട്ടിരിക്കുകയാണെന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെയോ എനിക്കുള്ളതിനെയോ എന്റെ വസ്തുവകളിന്മേലോ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മേലോ ഒന്നിന്റെ മേലും ഒരു ദുഷ്ടനും തൊടുവാൻ അനുവാദമില്ല. ഇത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. കാരണം വിശ്വാസത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിനെല്ലാം ആധാരം എന്താണ്? ഈ വചനമാണ് ആധാരം. മുതൽ വായിച്ചത്, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും.
ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഇത് ദൈവവചനമാണോ? ദൈവം പറഞ്ഞതാണോ? നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞോ? ആ രക്തം എങ്ങനെയുള്ളതാണ്? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണപരമായി സംസാരിക്കുന്ന രക്തം നമ്മുടെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷനായി തന്നിരിക്കുന്നു. അത് നമ്മളാ ഡിക്ലെയർ ചെയ്യേണ്ടത്. മക്കളെ, ഇതാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനിയും 14 മുതൽ 18 വരെയുള്ള വാക്യം വായിച്ചേട്ടോ. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായി നിത്യ നിയമമായി നിങ്ങൾ അത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ ആചരിക്കണം. 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. യേശു പെസഹ പെരുന്നാളിന്റെ പെസഹ ആചരിച്ചായിരുന്നോ? ആ സമയത്തില്ലയോ? അത് ആ ശബത്ത് വലുതായിരുന്നു. അന്ന് പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുമായതുകൊണ്ട് ആ ശബത്ത് വലുതായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ശബത്ത് അല്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് യേശു വെള്ളിയാഴ്ചയല്ല മരിച്ചത് എന്ന്. അപ്പോ അവിടെ പെസഹായും കഴിഞ്ഞു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ആചരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഈ ആചാര മര്യാദകളൊന്നും ദൈവം തന്നിട്ടില്ല. അതിനെയൊക്കെ എടുത്തു മാറ്റി. പ്രത്യേകിച്ച് ജാതികളാകുന്ന നമ്മള് ഒരാചാരവും വേണ്ട എന്ന് പത്രോസും കൗൺസിലും കൂടിയ സമയത്ത് തീരുമാനിച്ചായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് പൗരോഹിത്യമോ പുരോഹിതനോ ഇതുപോലെയുള്ള ആചാര മര്യാദകളോ പെരുന്നാളുകളോ വാവുകളോ ഒന്നും നമുക്കില്ലാത്തത്, ദിവസങ്ങളൊന്നുമില്ലാത്തത്. അതുകൊണ്ടാണ് ദൈവമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ ആൾക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വന്ന് ഒരു മതമല്ല സ്ഥാപിച്ചത്, മറിച്ച് അവന്റെ രാജ്യമാണ് സ്ഥാപിച്ചത്. ആ രാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ അവകാശികളാണ്. നമ്മൾ ആ കുടുംബത്തിന്റെ, ആ ദൈവത്തിന്റെ കുടുംബത്തിലെ മെമ്പേഴ്സാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മൾ കർത്താവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഈ ബോധം ആരെ ഭരിക്കണം? നമ്മളെ ഓരോരുത്തരെയും ഭരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വചന അടിസ്ഥാനത്തിൽ ആയി കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടാകും. വചന അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണാനിടയായിത്തീരും. കാരണം സംഹാരകൻ വരാൻ പറ്റത്തില്ല. പിന്നെ ആരുടെ സാന്നിധ്യമാണ് നമ്മളോടുകൂടിയുള്ളത്? കർത്താവിന്റെ. ആ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയണം. ഇനി അതിന് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്.
ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹയെ അറപ്പി. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. നിങ്ങളിൽ ആരും വീടിന്റെ പുറത്ത് ഇറങ്ങരുത്. എന്താണ് ആ പ്രമാണം? ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പുളിച്ചത് തിന്നരുത്. എന്താണ് പുളിച്ചത്? കർത്താവ് പരീശന്മാരുടെയും സാധുക്യരുടെയും ഹേരോദാവിന്റെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുകയും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അതെന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അത് കർത്താവ് അവരോട് പറഞ്ഞു. അവരുടെ പുളിച്ച മാവ് എന്ന് പറയുന്നത് പുളിച്ച ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ച ഉപദേശം. അപ്പം ഇനി നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഉപദേശം പഠിക്കാൻ നമ്മൾ തന്നെ തിരുവചനം വായിക്കണം. കർത്താവിന്റെ വചനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വേറൊരുത്തൻ ഒരുത്തനെ ഉപദേശിക്കേണ്ടി വരത്തില്ല എന്ന് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവേൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അപ്പൊ എവിടെ നിന്ന് വചനം നിങ്ങൾക്ക് വേണ്ടി വരണം? സിയോനിൽ നിന്ന്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. ഉപദേശം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടണം. കർത്താവ് ഇൻഡിവിജ്വലായിട്ട് ഉപദേശം തരും. എപ്പോഴാ തരുന്നതെന്നറിയാമോ? ആവശ്യക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ശിഷ്യന്മാരെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോഴാണ് അവരോട് ഉപദേശം പറഞ്ഞത്. നമ്മളും കർത്താവിന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭവനത്തിലിരുന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഉപദേശത്തിന് വേണ്ടി കർത്താവിനോട് ചോദിക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പം എനിക്ക് കിട്ടിയ വെളിപ്പാട് അത് എനിക്ക് തന്നു, ഞാൻ അതിൽ നടന്നാൽ എന്ന് പറഞ്ഞാൽ ഉപദേശം മാറിപ്പോകുമോ എന്നല്ല. നമ്മുടെ സാഹചര്യം എന്റെ സാഹചര്യമല്ല നിങ്ങളുടേത്, നിങ്ങളുടേതല്ല വേറൊരാടേത്. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് സാഹചര്യമാണ്. ആ സാഹചര്യത്തിന് ഒത്തവണ്ണം കർത്താവ് നമ്മളെ കൗൺസിൽ ചെയ്യും. എന്ത് ചെയ്യും? കൗൺസിൽ ചെയ്യും. അതിന് കൗൺസിലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കയറി ചെല്ലണം. അവിടെ പറഞ്ഞത് ആ കയറി ചെല്ലുക മാത്രമല്ല, ഓരോ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിന് ഒത്തവണ്ണം ആട്ടുകുട്ടി എടുത്ത് പെസഹാർപ്പീൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിന് ഒത്തവണ്ണം ആയിരിക്കണം നമ്മുടെ അടുത്ത് ചെല്ലേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. എന്നിട്ട് ഈ സോപ്പ് തണ്ട് ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളക്കാലിന്മേലും പുരട്ടണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന് വാതിലിന് പുറത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പിന്നീട് രക്തവളപ്പിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതിന് വെളിയിൽ പോകാൻ നമുക്ക് എന്തില്ല? അനുവാദമില്ല. അതിന് വെളിയിൽ വരുമ്പോഴാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരു ലൈൻ, ബോർഡർ ലൈൻ ദൈവം വെച്ചിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതിന് പുറത്ത് ലോകമാണ്, അവിടേക്ക് ഇറങ്ങി പോകരുത്. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അതിരിനകത്ത് നമ്മൾ ഇരുന്നോണം. കർത്താവ് ഒരിടത്തൊരു രാജ്യം, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവരാജ്യം സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. അതിനകത്തിൽ നിങ്ങൾക്ക് വേണ്ടിയത് എല്ലാ കാര്യങ്ങളും ദൈവം തരും. നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കപ്പെടും. നമ്മളത് വിശ്വസിക്കണം. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നു? ആ അനർത്ഥത്തിന്റെ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിലായി കഴിയുന്നുണ്ട്. അനർത്ഥങ്ങൾ നമ്മളെ വിട്ട് ഓടിപ്പോകും, നമ്മുടെ നേരെ വരത്തില്ല. അഥവാ വന്നാലും അതിന് നീക്കുപോക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കും. ഇന്നും ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് വായിച്ച് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആകയാൽ താൻ നിൽക്കുന്ന തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുക. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കി തരും എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തിലൊക്കെ ഉറച്ചു നിൽക്കണം. വിശ്വാസത്താലാണ് കടിഞ്ഞൂലും സംഹാരകൻ തൊടാതിരിപ്പാൻ വേണ്ടി രക്തത്തളി ആചരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലും ഈ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് പഠിക്കണം. ഇനി അതിന്റെ 23-ാമത്തെ വാക്യം നിങ്ങളൊന്ന് കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. അപ്പോൾ രക്തം കാണുമ്പോൾ സംഹാരകൻ നമ്മളെ വിട്ട് ഓടിപ്പോകുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രക്തവളപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം, ആയിരിക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ 24-ഉം 25-ഉം വാക്യം വായിച്ചാണ്. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. നമുക്കതൊരു കർമ്മമല്ല, മറിച്ച് ദൈവം തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ. നമുക്കൊരു നിത്യ നിയമം നമുക്ക് തന്നിട്ടുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിനകത്ത് അത് നിങ്ങളെ പല പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചുള്ള യേശുവിന്റെ രക്തത്താൽ ഒരു നിത്യ നിയമം, എവർലാസ്റ്റിംഗ് കവനന്റ് നമ്മളോട് ചെയ്തിട്ടുണ്ട്. ആ എവർലാസ്റ്റിംഗ് കവനന്റിന്റെ പ്രകാരം നമുക്ക് സമാധാനമാണ് അതിനകത്ത് അരുളി ചെയ്തിരിക്കുന്നത്. എന്താണ് അരുളി ചെയ്തിരിക്കുന്നത്? സമാധാനം, ദ വേർഡ് ഓഫ് പീസ്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമീൻ. അപ്പം നമ്മളോട് ഒരു വലിയ നിത്യ നിയമം ചെയ്തിട്ടുണ്ട്. മോശയോട് ചെയ്ത മോശയ്ക്ക് കൊടുത്ത നിയമത്തെക്കാട്ടിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു നിയമം നമ്മളോട് ദൈവം ചെയ്തിട്ടുണ്ട്.
ആ നിയമം വിശ്വസ്തനായ കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരും. അവന്റെ രക്തവളപ്പിൽ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രദേശത്തോട് രാത്രികാലം ദാസിൽ കൂടെ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എബ്രായ ലേഖനം 28 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. അതെങ്ങനെയായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ കൂടെ നമ്മൾ കണ്ടു. അതിന്റെ ആത്മീയ വശങ്ങളുമാണല്ലോ നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്നൊക്കെയാണല്ലോ ദാസിൽ കൂടി രാത്രികാലം കേൾപ്പിച്ചത്. ആമേൻ. വിശ്വാസത്താൽ അവർ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കും ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ മുന്നേറാം. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദാസിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും നമുക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.